ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മീൻ പൊള്ളിച്ചതാണ്. സാധാരണ നമ്മൾ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കുമ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് മുളക് പൊടിയൊന്നും ചേർക്കാതെ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ഫുള്ളായിട്ടുള്ള നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ പച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. പെരിഞ്ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 2 വലിയ പച്ചമുളക് 4 കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കാം. നമുക്ക് ഈ ഒരു മീനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ പുതിയാപ്ലക്കറ്റിലാണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏത് മീനാണോ ഇഷ്ടം ആ മീനിൽ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു മീനിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. നമ്മൾ മീനിന് ഇപ്പം നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു വാഴയില വെച്ചിട്ട് ആ വാഴയിലക്കകത്ത് നമ്മൾ ഈ മീൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് തിരിച്ചിട്ടിട്ട് ആ സൈഡിലും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇതല്ലാതെ വേറെ നൂല് വെച്ചിട്ട് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ശരിക്കൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്കിയുള്ള മീൻ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമുക്ക് ഈ മീനെല്ലാം ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു അരമണിക്കൂറിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാനിതൊന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മീനൊക്കെ ഇപ്പോൾ നല്ലപോലെ 2 ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കയ്യിൽ ഏത് മീനാണോ ഉള്ളത്, മത്തി ആയാലും ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.